ഇപ്പോൾ അപ്രൈറ്റ് മൈഗ്രേഷൻ ഓഫീസിൽ വന്നേക്കുവാണ്. We have reputed Minju Kurian, one of the migration agents. So let's go and meet him. Hello Nicole, nice to meet you. Please take a seat. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഈ അടുത്ത് ലാസ്റ്റ് ഇൻടേക്കിൽ വന്നതാ. അപ്പോൾ ആസ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഞാൻ അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വന്നതാ. ഓക്കെ, തീർച്ചയായിട്ടും ചോദിച്ചോ നിക്കോളെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് സ്റ്റുഡൻസ് നീഡ് ടു ചൂസ് ഓസ്ട്രേലിയ? ഓസ്ട്രേലിയയിൽ സ്റ്റുഡന്റ് വിസയിൽ വന്നാലുള്ള ബെനിഫിറ്റ്. സ്റ്റുഡന്റ് വിസയിൽ വന്നാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ പഠിക്കാൻ വരുന്നത് PR പാത്വേ നോക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ PR പാത്വേയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഒക്കുപ്പേഷൻ, ഓസ്ട്രേലിയയിലെ PR ലിസ്റ്റിനകത്തുള്ള ഏതൊരു ഒക്കുപ്പേഷനിൽ നമുക്ക് സ്കിൽഡ് ഒക്കുപ്പേഷനിൽ നമുക്ക് സ്കിൽ അസസ്മെന്റ് വേണം. അപ്പോൾ ആ സ്കിൽ അസസ്മെന്റ് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പം ഓസ്ട്രേലിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സ്കിൽ അസസ്മെന്റിലോട്ടുള്ള ആ ഒരു ജേർണി വളരെ ഈസി ആവും. ഇപ്പം നമുക്ക് നാട്ടിൽ നിന്നാണേലും വരാം, പക്ഷേ നാട്ടിൽ നിന്ന് വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ബെനിഫിറ്റ് ഓസ്ട്രേലിയയിൽ പഠിച്ചാൽ നമുക്ക് ഓസ്ട്രേലിയ പഠിച്ചതിന്റെ പോയിന്റും നമുക്ക് എക്സ്ട്രാ റീജിയണൽ ഏരിയ പഠിക്കണം അതിന്റെ പോയിന്റും പിന്നെ സ്കിൽ അസസ്മെന്റിലോട്ട് എത്താനുള്ള എക്സ്പീരിയൻസും എല്ലാം കുറച്ച് മതി ഓസ്ട്രേലിയ പഠിക്കുന്ന പിള്ളേർക്ക്. അതേസമയത്ത് ഈസിയാണ്. നാട്ടിൽ പഠിച്ച പിള്ളേരുടെ ക്വാളിഫിക്കേഷനെക്കാട്ടിലും കൂടുതൽ വാല്യൂ കിട്ടുന്നത് ഓസ്ട്രേലിയ പഠിക്കുന്നവർക്കാണ്. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം സൗത്ത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇപ്പൊ അഡ്ലേഡ് റീസെന്റ് ഓസ്ട്രേലിയയിലെ വേൾഡിൽ തന്നെ ഏറ്റവും നല്ലൊരു സിറ്റി ആയിട്ട് ഒരു ഓസ്ട്രേലിയയുടെ ഒരു മാഗസിൻ സെലക്ട് ചെയ്തു. പക്ഷേ സൗത്ത് ഓസ്ട്രേലിയ പക്ഷേ നമ്മുടെ ഓസ്ട്രേലിയയുടെ ഫുൾ ജിയോഗ്രഫിക്കൽ പിക്ചർ നോക്കുമ്പോൾ റീജിയണൽ ഏരിയയുടെ അണ്ടറിലാണ് അഡലേഡും സൗത്ത് ഓസ്ട്രേലിയ വരുന്നത്. അപ്പം നമുക്ക് റീജിയണൽ ഏരിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ 5 പോയിന്റ്സ് കിട്ടും. പിന്നെ PR-ലോട്ടുള്ള പാത്വേയിൽ കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എങ്ങനെയാ വർക്ക് ലിമിറ്റ് കാര്യങ്ങളൊക്കെ? ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവർക്ക് വിസ കിട്ടുന്ന സമയത്ത് അവരുടെ വിസ എന്ന് പറയുന്ന ഒരു കുറച്ച് സേർട്ടൻ നമ്മളൊരു കണ്ടീഷൻസ് ഒബേ ചെയ്യണം നമ്മളൊരു കൺട്രി ചെല്ലുമ്പോൾ. അപ്പോൾ അതിനകത്ത് വർക്ക് ലിമിറ്റേഷനെ പറ്റി ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 2 ടൈപ്പാണ്. അതായത് മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്ന ആൾക്കാരുടെ സ്പൗസസിന് അൺലിമിറ്റഡ് വർക്ക് ഉണ്ട്. അത് നമ്മുടെ ആ കണ്ടീഷൻ നോക്കണം. നമ്മുടെ വിസയിൽ ഏത് കണ്ടീഷനാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മുടെ വിസ കണ്ടീഷൻ ജനറൽ കേസിൽ വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഫോർട്ട്നൈറ്റ്ലി 48 hours മാക്സിമം വർക്ക് ചെയ്യാനായിട്ടുള്ള അറിവുള്ളൂ. പക്ഷെ നമുക്ക് ടേം ബ്രേക്കിന്റെ സമയത്തോ പിന്നെ നമ്മുടെ ക്ലാസ് സെക്ഷനിൽ അല്ലാത്ത സമയത്ത് ഹോളിഡേന്റെ സമയത്തൊക്കെ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഇപ്പോ വിസ എന്താ പറയാ വിസ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. അവര് ഗവൺമെന്റ് പറയുന്നത് നമ്മൾ വിസ വരുന്നതിന് ഒരു 1 or 2 weeks ബിഫോർ നമുക്ക് ഇവിടെ വരാം, ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കോഴ്സ് കമൻസ് ചെയ്തതിന് ശേഷമാണ് എല്ലാവരും തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു നല്ലൊരു ജെന്യുവിൻ നമ്മൾ വിസ ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമല്ലോ, ആ ജെന്യുവിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവിടെ നാട്ടിൽ നമുക്കിപ്പോ ഒരു കോഴ്സ് എടുത്ത് വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഈസി ആണോ അതോ അറ്റ് ദ മൊമെന്റ് ഇന്നിപ്പോ 30th August ആണ്. അറ്റ് ദ മൊമെന്റ് വരെ വേറെ റൂളുകളൊന്നും ഇല്ല. ഫസ്റ്റ് 6 months നമ്മൾ ആ പ്രൊവൈഡറിന്റെ കൂടെ നമുക്ക് ആരാണോ ഏത് COI വഴിയാണോ നമുക്ക് വിസ കിട്ടിയത് ആ പ്രൊവൈഡറിന്റെ കൂടെ നമ്മൾ ഫസ്റ്റ് 6 months കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ ചേഞ്ച് ചെയ്യുമ്പോൾ AQF ലെവൽ, അതായത് ഓരോ കോഴ്സിനും ഓരോ ലെവലുണ്ട്. ബാച്ചിലർ മാസ്റ്റേഴ്സ് എല്ലാം ഓരോ സർട്ടൻ ലെവലുണ്ട്. ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിലും സെയിം ലെവലിൽ മീറ്റ് ചെയ്യുന്ന കോഴ്സ് ആയിരിക്കണം. ഇപ്പോ നമ്മുടെ ഏതെങ്കിലും സബ്ജക്ട് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വിസ റിജക്ട് ചെയ്ത് ബാക്ക് ഇന്ത്യയിലേക്ക് നമ്മുടെ വരുന്ന കൺട്രിയിലേക്ക് പോകേണ്ടി വരുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. നമ്മളിപ്പം നമുക്കൊരു സ്റ്റഡി പ്രോഗ്രസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമ്മുടെ വിസയ്ക്കകത്തൊരു കണ്ടീഷനാണ്, മെയിൻറ്റെയിൻ യുവർ കോഴ്സ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പം 2 consecutive ടൈംസിൽ നമ്മൾ ലെസ് ദാൻ 50% താഴെയാണ് നമ്മുടെ പെർഫോമൻസ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്പാർട്ട്മെന്റിനെ യൂണിവേഴ്സിറ്റിക്ക് അറിയിക്കണം. അപ്പം അതായത് നമുക്ക് ഈ കോഴ്സ് സ്റ്റുഡന്റ് വിസയ്ക്ക് നമ്മൾ എലിജിബിൾ അല്ലെന്നാണ് വരുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് സപ്പോർട്ട് ഓഫീസറോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്ത് അവർ പ്രത്യേക സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഡിസൈൻ ചെയ്ത് തരും. അപ്പം അങ്ങനെയുള്ള പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും വറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഗൈഡ് തരാം എങ്ങനെ ആരെ കാണണം, ഏത് യൂണിവേഴ്സിറ്റി. ഇപ്പോ നമ്മളൊരു കോഴ്സിൽ ഒരു സബ്ജക്ട് ഫെയിൽ ആയി അല്ലെങ്കിൽ കോഴ്സ് തന്നെ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വിസ എഫക്ട് ചെയ്യുമോ? നമുക്ക് എപ്പോഴും നമ്മുടെ COIയുടെ ഫിനിഷ് ഡേറ്റ് കഴിഞ്ഞിട്ട് 2 മാസം കൂടെ കൂടുതലാണ് വിസ തരുന്നത്. അപ്പം ചില കേസിൽ നമുക്ക് ക്യാച്ചപ്പ് ആ ഒരു സമയത്ത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ചില യൂണിവേഴ്സിറ്റി അലോ ചെയ്യും.
അങ്ങനെ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റ് പിന്നെ നമുക്ക് റീ എൻറോൾ ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ വിസ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ വിസ തീരുന്ന സമയമാകുമ്പോൾ യൂണിവേഴ്സിറ്റി നമുക്ക് ആ ഏതൊക്കെ യൂണിറ്റ് ആണോ ഫെയിലർ ആയത് ആ യൂണിറ്റിന് വേണ്ടിയുള്ള ഒരു പുതിയൊരു COE തരും. അത് വെച്ചിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാം. സ്റ്റുഡന്റ് വിസ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോ നമ്മുടെ കോഴ്സ് ഓൾറെഡി പ്രോസസ്സിംഗ് ആയ ടൈമില് നമുക്ക് നാട്ടിൽ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നു, എന്തെങ്കിലും മെഡിക്കൽ കാരണത്താലോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അങ്ങനെ വരുന്ന പ്രോസസ്സിൽ നമുക്ക് ഡെഫർമെന്റ് എന്നുള്ള പ്രോസസ് ഉണ്ട്. ഡെഫർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ നമ്മൾ സസ്പെൻഡ് ചെയ്യാൻ ഒരു ബ്രേക്ക് എടുക്കുക. ആ ഒരു പീരീഡിൽ നമ്മൾ നാട്ടിൽ പോകുന്ന ഇപ്പോൾ ഒരു ലോങ് പീരീഡ് നമുക്ക് നാട്ടിൽ പോകണം, നമ്മൾ നമ്മൾ അത് ആ ടേം ബ്രേക്കിലോ അല്ലെങ്കിൽ ഡിസംബറിലെ ഹോളിഡേ പീരീഡിലൊക്കെ പോകാനായിട്ട് നോക്കുക. അതാകുമ്പോൾ നമ്മുടെ കോഴ്സിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ ക്ലാസ്സസ് അല്ലെങ്കിൽ കോഴ്സ് സെക്ഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ലോങ് പീരീഡ് ഓഫ് ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർസീസിലാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്ക് ആ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മുടെ കോഴ്സിന്റെ ലാസ്റ്റിലോട്ടോ അല്ലെ വേറൊരു സ്ഥലത്തോട്ടോ അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് ഡെഫർമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോഴും നമ്മൾ സ്റ്റുഡന്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ സ്റ്റുഡന്റ് വിസയിൽ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നെക്സ്റ്റ് പ്രൊസീജിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ് നിക്കോള, ഇപ്പം ഓസ്ട്രേലിയയിലെ സ്റ്റുഡന്റ് വിസയിൽ വന്ന ഒരാൾ ആ കോഴ്സ് ഓൺ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് പോലാണ് നെക്സ്റ്റ് വിസ, അതായത് സ്റ്റേ ബാക്ക് വിസ എന്ന് പറയും. 485 എന്ന് കേട്ടിട്ടുണ്ടോ? ടെമ്പററി വിസ. അപ്പൊ ആ വിസയിൽ നമുക്ക് റീജിയണൽ ഏരിയയിൽ ഉള്ള ആൾക്കാർക്ക് മിനിമം ഒരു 3 ഇയർ എങ്കിലും അവർക്ക് ഫുൾ ടൈം സ്റ്റഡി ഫുൾ ടൈം വർക്കിനുള്ള ഒരു വിസയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഈ സ്റ്റഡി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കംപ്ലീഷൻ ലെറ്റർ കിട്ടിയാൽ മതി. കംപ്ലീഷൻ ലെറ്റർ കൊണ്ട് നമുക്ക് ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്മളായിട്ട് അപ്ലൈ ചെയ്യുന്നോ അതോ അത് യൂണിയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടാണോ? അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും നിങ്ങളൊരു രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജന്റ് വഴി ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും കുറെ നമ്മുടെ ആൾക്കാരൊക്കെ നമ്മൾ തന്നെ യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിനകത്തുനിന്നും കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് വിസ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. പക്ഷെ എനിക്കറിയാവുന്ന പല ആൾക്കാർക്കും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ IELTSന്റെ സ്കോർ നല്ല സ്കോർ ഉള്ളവർ അവർ ചിലപ്പോൾ അത് എൻട്രി ചെയ്തിരിക്കുന്ന റോങ് ആയിട്ട് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ പല കേസിൽ വന്നിട്ട് അവരുടെ കേസ് വിസ റിഫ്യൂസലായി പോയി, അവർ AITയിൽ പോയി, അവിടെയും റിഫ്യൂസലായിട്ട് ഫെഡറൽ കോർട്ടിൽ പോയി, അങ്ങനെ കറങ്ങി നിൽക്കുന്ന ഒത്തിരി പേരെ അറിയാം. അപ്പൊ അങ്ങനെ അതിനും നല്ലത് നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജന്റായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഡൗട്ടാണ്, സ്കിൽ അസസ്മെന്റ് നമ്മൾ നാട്ടിൽ നിന്നുള്ളവരാണോ അത് ഇവിടെ ഉള്ളവർ മാത്രം ചെയ്യേണ്ട ഒരു സംഭവമാണോ? സ്കിൽ അസസ്മെന്റ് നാട്ടിൽ നിന്നുള്ളവർക്കും ചെയ്യാം, ഇവിടെ പഠിച്ചവർക്കും ചെയ്യാം. പക്ഷെ നാട്ടിൽ പഠിച്ചവർക്ക് ഫോർ എക്സാമ്പിൾ ഒരു സ്കിൽ അസസ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വർഷം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പഠിച്ച ഒരാൾക്ക് സ്കിൽ അസസ്മെന്റ് ചെയ്യാനായിട്ട് 1 വർഷം മതി. പിന്നെ ഇവിടുത്തെ ചില ക്വാളിഫിക്കേഷന് ഇവിടെയുള്ള സ്കിൽ അസസ്മെന്റ് അതോറിറ്റി അക്രഡിറ്റഡ് ആണ്. അങ്ങനെയുള്ളവർക്ക് എക്സ്പീരിയൻസേ വേണ്ട. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ സ്ട്രേറ്റ് അവേ സ്കിൽ അസസ്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്കിൽ അസസ്മെന്റ് ആണ് നമ്മുടെ PR പാത്വേയിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ PR പാത്വേയിലേക്ക് നമുക്ക് എക്സ്ട്രാ IELTS എക്സാം അത് തന്നെ, അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ IELTSന്റെ നോർമൽ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 years ആണ്. PTയുടെ അതിലാ നമ്മുടെ ആ TRF ആ ഡോക്യുമെന്റിൽ എഴുതിയിരിക്കുന്ന 2 year വാലിഡിറ്റി ആണ്. പക്ഷെ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ പർപ്പസിന് വേണ്ടി 3 year ആണ്. പക്ഷെ സർട്ടൺ വിസാസിന്, അതായത് ടെമ്പററി ഗ്രാജുവേറ്റ് വിസാസിന് ഇപ്പം റൂൾ ചേഞ്ച് ചെയ്തു. അവർക്ക് ലാസ്റ്റ് 1 year 1 year വാലിഡിറ്റി ഉള്ള സ്കോർ വേണം. അപ്പൊ നമുക്ക് നേരത്തെ ഒബിയസ്ലി നമ്മൾ സ്റ്റുഡന്റ് വിസ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വിസ IELTS എക്സ്പയർ ആവും. അപ്പം 485ന്റെ സമയത്ത് 6.5 എങ്കിലും ഇക്വലന്റ് ആയിട്ടുള്ള ഇക്വലന്റ് ആയിട്ടുള്ള IELTS തന്നെ വേണമെന്ന് നിർബന്ധമാണോ? PT? തീർച്ചയായിട്ടും IELTS, PT, OET ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ടെസ്റ്റാണ്. അപ്പോൾ ആസ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഇനീഷ്യൽ സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് ആയിരുന്നു, എന്താ നമ്മുടെ ഇന്ത്യൻ ടീച്ചിങ് സ്റ്റൈലും ഓസ്ട്രേലിയൻ ടീച്ചിങ് സ്റ്റൈലും ടോട്ടലി ഡിഫറെന്റ്. അപ്പൊ അത് എങ്ങനെ കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസ്? അത് ഇവിടെ വരുന്ന എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മുടെ നാട്ടിലെ രീതിയിൽ നമുക്കറിയാം ഏത് ടെക്സ്റ്റ് ബുക്കിൽ ഏത് പോർഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാൻ പറ്റും, പിന്നെ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്താൽ മതി. പക്ഷെ ഇവിടുത്തെ രീതി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇവര് ഒരു മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇവിടുത്തെ ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഉണ്ട്, നമുക്ക് നല്ലൊരു നോളജ് ഉണ്ടെന്നുള്ളൊരു രീതിയാണ്. നമ്മൾ തന്നെ റിസർച്ച് ചെയ്യണം. നമുക്ക് നാട്ടിലെ പോലെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പൂൺ ഫീഡിങ് അല്ല, നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് വരുന്ന അസൈൻമെന്റ്സും പ്രൊജക്റ്റും തന്നെ റിസർച്ച് ചെയ്ത് ഒത്തിരി ടൈം നമ്മൾ തന്നെ ഇൻപുട്ട് ചെയ്ത് ആ സബ്ജക്റ്റിനെ പഠിച്ച് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് സ്റ്റഡീസ് ആയിരിക്കും. അത് ചിലവർക്ക് കോപ്പ് അപ്പ് ചെയ്യാനായിട്ട് പ്രശ്നം വരാറുണ്ട്. Thank you so much for your valuable time. It was really informative for me. Thank you. താങ്ക് യു നിക്കോൾ. ഇവിടെ വന്നതിലും സംസാരിച്ചതിലും വളരെ സന്തോഷം.
നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്, ആസ് എ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഇവിടെ വരാം. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഓഫീസാണ്. ഞാനും ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഓൾവേസ് നമ്മുടെ ഓഫീസിൻ്റെ ഡോർ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണേലും ഇവിടെ വന്ന് എന്ത് സംശയം വേണേലും ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.